Good afternoon. Okay, good afternoon. Good afternoon, ma'am. കേൾക്കാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. നന്നായിട്ട് പോകുന്നു അല്ലേ? എന്നെ കണ്ടിട്ടില്ല അല്ലേ ഇതുവരെ? ഇല്ല. എന്റെ പേര് അശ്വതി എന്നാണ് കേട്ടോ. 2 അശ്വതി മിസ് ഉണ്ട് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട്. അപ്പോ അതിലൊരു അശ്വതി ഞാനാണ്. എന്താണ്? ടൈം ടേബിളിനകത്ത് വേറൊരു പേര് കണ്ടില്ല, അശ്വതിനെ കണ്ടോളാം. അശ്വതിനെ കണ്ടോട്ടെ. 2 അശ്വതി ഉണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് മൺഡേ ആൻഡ് ഫ്രൈഡേ ആണ് എന്റെ ക്ലാസ് വരുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ നന്നായിട്ടൊക്കെ പോകുന്നെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഒക്കെ എല്ലാരും ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ ക്ലാസ്സിൽ കയറിയത്? അശ്വതി 6 മിസ്, അശ്വതി രഞ്ജിത്താണ് കേട്ടോ. അതുകൊണ്ടാണ് അശ്വതി 6 എന്ന് കണ്ടേ നിങ്ങള്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഞാൻ ഫസ്റ്റ് ടൈം ആണ്. ഡൗട്ട് പറഞ്ഞു തരണേ, എന്തെങ്കിലും ചോദിക്കുകയാണെന്ന് ക്ലിയർ ചെയ്ത് തരണേ. ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈം ആണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും പറഞ്ഞു തരും. നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ അതെന്തായാലും നിങ്ങൾ ചോദിക്കുക, എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക കേട്ടോ. എന്തുണ്ടെങ്കിലും അത് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? വൈകണ്ട, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് മൈക്ക് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുവാണ്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ലാസ്റ്റ് 10 മിനിറ്റ് മൈക്ക് ഓൺ ചെയ്യും. അപ്പൊ എന്തെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ മതി. എന്തെങ്കിലും കാര്യത്തിൽ സംശയമോ എന്തെങ്കിലും കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിലോ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ എടുക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് കാണാൻ എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കിട്ടിയായിരുന്നോ? ഇല്ല മാം, ഇല്ല. ഫസ്റ്റ് ടൈം ഇതുവരെ അടച്ചില്ല, ബില്ല് പേയ്മെന്റ് ചെയ്തില്ല. അപ്പം ചെയ്തിട്ട് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. അതെ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഞാന് ഇവിടെ PDF ഷെയർ ചെയ്തിട്ടുണ്ട്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതൊന്ന് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഓക്കെ, അപ്പോ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ചാപ്റ്റർ 4 കേട്ടോ. അപ്പൊ ഞാനിത് ആദ്യം വായിക്കാം, അത് കഴിഞ്ഞിട്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, മൊഡ്യൂൾ 1 ആണ് കേട്ടോ. മൊഡ്യൂൾ 1 ചാപ്റ്റർ 4 ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ റീഡ് ചെയ്യാം. There are different types of hospital and each type has its own characteristics, strengths and limitations. Owing to variation in types, it is necessary to classify to understand its type. Hospital can classified on following basis: size, level of care, clinical specialties, ownership, system of medicine, length of stay. Okay, അപ്പോ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് പേരിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതായത് ഹോസ്പിറ്റലുകളെ കുറിച്ചിട്ടുള്ള വർഗീകരണമാണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ, അതായത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും, നിങ്ങൾ കാണുന്ന പല ഹോസ്പിറ്റൽസും ഉണ്ട് അല്ലെ? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്ന് തമ്പ് ചെയ്യണേ. എന്തെങ്കിലും ചോദിക്കുമ്പോ ഒന്ന് തമ്പ് ചെയ്യണം കേട്ടോ. മനസ്സിലായെങ്കിൽ ഒന്ന് തമ്പ് ചെയ്യണം. അങ്ങനെ തമ്പ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ ഉണ്ട് അല്ലെ? അതായത് നമ്മൾ ചെറിയ ഹോസ്പിറ്റൽ കാണുന്നുണ്ട്, മിഡ് സൈസ് ഹോസ്പിറ്റൽ കാണുന്നുണ്ട്, വലിയ ഹോസ്പിറ്റൽ കാണുന്നുണ്ട് അല്ലെ? ഹെൽത്ത് സെന്ററുകൾ തുടങ്ങി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വരെ നമ്മുടെ നാട്ടില് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ കാണുന്ന ഓരോ ഹോസ്പിറ്റലിനും അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അല്ലെ? സ്വഭാവ സവിശേഷതകളുണ്ട്. അതുപോലെ തന്നെ സ്ട്രെങ്ത് ഉണ്ട് അല്ലെ? സ്ട്രെങ്ത് ഉണ്ട്, ലിമിറ്റേഷൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഓരോ ഹോസ്പിറ്റലിനും അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും സ്ട്രെങ്തും ലിമിറ്റേഷൻസും ആണ് ഉള്ളത്.
ഓക്കെ. അപ്പൊ ഈ സ്ട്രെങ്തിലുള്ള അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിലുള്ള അല്ലെങ്കിൽ ലിമിറ്റേഷൻസിലുള്ള ഡിഫറൻസ് കാരണം ഹോസ്പിറ്റലുകളെ അവരുടെ സ്വഭാവം മനസ്സിലാക്കുന്നതിനായി അല്ലെങ്കിൽ അവരുടെ നേച്ചർ മനസ്സിലാക്കുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിവിധ തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, പറഞ്ഞത് മനസ്സിലായോ? ഓരോ ഹോസ്പിറ്റലിനും അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള ഡിഫറൻസ് കാരണം ഹോസ്പിറ്റലുകളെ അവയുടെ നേച്ചർ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഹോസ്പിറ്റലുകളെ താഴെ പറയുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്ലാസിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സൈസ് ആണ്. സൈസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, എന്താണ്, വാട്ട് ഈസ് മീൻ ബൈ സൈസ്? സൈസ് എന്താ, മലയാളം മീനിങ് എന്താ സൈസിന്റെ? ആർക്കെങ്കിലും അറിയാമോ? ഒന്ന് കമന്റ് ചെയ്യാമോ? മലയാളം മീനിങ് എന്താ? അളവ് അല്ലെങ്കിൽ വലിപ്പം എന്ന് പറയോ അല്ലെ നമ്മള്, ആ വലിപ്പം, അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ മലയാളം മീനിങ് വരുന്നേ. അപ്പൊ സൈസിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാല് കിടക്കകളുടെ എണ്ണം, അതായത് ബെഡ്സ് എത്ര എണ്ണം ഉണ്ടോ അതിന്റെ ബേസിലാണ് ഹോസ്പിറ്റലുകളെ വലുതെന്നും ചെറുതെന്നും തരംതിരിക്കുന്നത്. ഒരു ഹോസ്പിറ്റൽ കെട്ടിടം നമ്മൾ കണ്ടു എന്ന് വിചാരിക്കാം, അത്യാവശ്യം വലിപ്പമുള്ള ഒരു കെട്ടിടമായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷെ അവിടെയുള്ള ബെഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് കേവലം 50 എണ്ണം ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി അതിന്റെ തൊട്ടടുത്തായിട്ട് നമ്മള് ആ ബിൽഡിങ്ങിനേക്കാളും കുറച്ചും കൂടി ചെറുതായിട്ടുള്ള ഒരു ബിൽഡിങ് കണ്ടു എന്ന് വിചാരിക്കുക, ഒരു കെട്ടിടം കണ്ടു എന്ന് വിചാരിക്കുക. അവിടെയുള്ള ബെഡുകളുടെ എണ്ണം എന്ന് പറഞ്ഞാല് 100 എണ്ണം ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നോക്കിയേ നിങ്ങള്, ഏതാണ് ഇതിനകത്ത് വലിയ ഹോസ്പിറ്റൽ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക? വലിയ ബിൽഡിംഗ് ആണോ ചെറിയ ബിൽഡിംഗ് ആണോ? ഒന്ന് ഓർത്തു നോക്കിയേ, ഏത് ബിൽഡിംഗ് ആണ്? ചെറുത്. കാരണം എന്താ, അവിടെ ബെഡുകളുടെ എണ്ണം കൂടുതലാണ് അല്ലെ. നമ്മൾ വലിയ ബിൽഡിങ്ങിൽ 50 കിടക്കകളെ കണ്ടുള്ളൂ, പക്ഷെ ചെറിയ ബിൽഡിങ്ങില് 100 കിടക്കകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്, അവിടെ അതായത് ആ സൈസ് അനുസരിച്ച് അതാണ് വലിയ ഹോസ്പിറ്റൽ അല്ലെ. അപ്പോ സൈസ്, അതായത് ഒരു ഹോസ്പിറ്റലിന്റെ സൈസ് നമ്മൾ നിർണയിക്കുന്നത് അവിടെയുള്ള ബെഡിന്റെ അടിസ്ഥാനത്തിലാണ്. ഇൻപേഷ്യന്റ് ബെഡ്സ്, അതായത് അവിടെ എത്ര കിടക്കകളാണോ ഉള്ളത്, കിടപ്പ് രോഗികൾക്ക് വേണ്ടിയിട്ട് അവിടെ എത്ര കിടക്കകളാണോ ഉള്ളത്, ആ കിടക്കകളുടെ അടിസ്ഥാനത്തിൽ സ്മോൾ എന്നും മീഡിയം എന്നും ലാർജ് എന്നും ഹോസ്പിറ്റലുകളെ ക്ലാസിഫൈ ചെയ്യുന്നു. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. വലിയ ഹോസ്പിറ്റൽ ആണെന്ന് കരുതി ചിലപ്പോൾ അവിടെ ബെഡ് ഉണ്ടാവണം എന്നില്ല. ബെഡുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ വലിയ ഹോസ്പിറ്റൽ എന്നും ചെറിയ ഹോസ്പിറ്റൽ എന്നും ഇടത്തരം ഹോസ്പിറ്റലും എന്ത് ചെയ്യുന്നത്, ഹോസ്പിറ്റലുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ സൈസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ഹോസ്പിറ്റലുകളെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തേതെന്ന് പറഞ്ഞാല് ലെവൽ ഓഫ് കെയർ ആണ്. ലെവൽ ഓഫ് കെയർ എന്ന് പറയുന്നത് പരിചരണം അല്ലെ. രോഗികൾക്ക് കൊടുക്കുന്ന കെയറിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന കെയറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കെയറിന്റെ അടിസ്ഥാനത്തിൽ നമ്മള് പ്രൈമറി കെയർ എന്നും സെക്കൻഡറി കെയർ എന്നും ടെർഷ്യറി കെയർ എന്നും തരംതിരിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതായത് നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല്, ചില ഹോസ്പിറ്റലൊക്കെ നമ്മുടെ നാട്ടുപുറത്തുള്ള സാധാരണ ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നു എന്ന് വിചാരിക്കുക, നമ്മൾക്ക് അവിടെ നിന്ന് കിട്ടുന്നത് കേവലം പ്രൈമറി കെയർ മാത്രമായിരിക്കും അല്ലെ. നമുക്ക് സെക്കൻഡറി കെയർ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വലിയ ഹോസ്പിറ്റലിൽ പോവേണ്ടി വരും. അവിടെ നിന്നാണ് നമുക്ക് സെക്കൻഡറി കെയറും ടെർഷ്യറി കെയറും കിട്ടുന്നത് അല്ലെ. ഓക്കെ, അപ്പോ കെയറിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിചരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലുകളെ പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്ന് തിരിക്കാം, സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ എന്ന് തിരിക്കാം, ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ എന്ന് തിരിക്കാം. അതായത് സിമ്പിൾ ആയിട്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മള് ഹെൽത്ത് സെന്ററിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രൈമറി ഹെൽത്ത് സെന്റർ, നമ്മൾ തൊട്ടടുത്തുള്ള നമ്മുടെ ഒരു ആശുപത്രിയിൽ പോവുകയാണെങ്കിൽ അവിടെ കിട്ടുന്ന കെയർ ആയിരിക്കില്ല നമ്മൾ ജനറൽ ആശുപത്രിയിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കെയറുകൾ തമ്മിൽ വ്യത്യാസമില്ലേ? ഉണ്ടോ? നിങ്ങൾ തന്നെ പറ. ഉണ്ടല്ലേ? ആ,
അപ്പോ കെയറിന്റെ അടിസ്ഥാനത്തിലും എന്ത് ചെയ്യാം, ഹോസ്പിറ്റലുകളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തേതാണ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്. ഓക്കെ, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി മീൻസ് എന്ന് പറഞ്ഞാൽ അതായത് ചികിത്സാ ശാഖകൾ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ബ്രാഞ്ചസ് എന്നാണ് പറയുന്നത്. അതായത് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആശുപത്രികളുടെ അടിസ്ഥാനത്തില് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് അഥവാ ചികിത്സാ ശാഖകളുടെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലുകളെ നമുക്ക് ജനറൽ ഹോസ്പിറ്റൽ, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നിങ്ങനെ തരംതിരിക്കാം. നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. നമുക്ക് ജനറൽ ഹോസ്പിറ്റൽസ് ഉണ്ട് ധാരാളം, അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ട് അല്ലെ. ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ തരത്തിലുള്ള അസുഖങ്ങൾക്കും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണെന്ത് ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. എല്ലാത്തരം അസുഖങ്ങൾക്കും അവിടെ എന്തുണ്ട്, ട്രീറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന അസുഖത്തിന് മാത്രമാണ് എന്ത് ചെയ്യുക, അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഓക്കെ, അപ്പോ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് അഥവാ ചികിത്സാ ശാഖകളുടെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലുകളെ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്നും നമുക്ക് തരംതിരിക്കാവുന്നതാണ്. 3 പോയിന്റും ഓക്കെ അല്ലേ? ഓക്കെയാണ്. സൈസ് പറഞ്ഞു ഞാൻ, ലെവൽ ഓഫ് കെയർ പറഞ്ഞു, ദെൻ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് പറഞ്ഞു. PDF സ്ക്രോൾ ചെയ്യാനായിട്ടില്ല മോളെ തസ്നി, PDF സ്ക്രോൾ ചെയ്യാൻ വരുന്നതേ ഉള്ളൂ. ഞാനിപ്പോ പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നില്ലേ? PDF പേജ് കാണാൻ പറ്റുന്നില്ലേ? ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞു വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് ഓണർഷിപ്പ് ആണ്. ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതായത് ഉടമസ്ഥാവകാശം അല്ലെ. ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രോപ്പർട്ടിയിൽ നമുക്കുള്ള എന്താ പറയാ, നമുക്കുള്ള അവകാശം അല്ലെങ്കിൽ ഉടമസ്ഥാവകാശത്തിനെയാണ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. അതിന്റെ ബേസിൽ, ഓണർഷിപ്പിന്റെ ബേസിൽ നമുക്ക് ഹോസ്പിറ്റലുകളെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ നിന്നും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നിന്നും ഓട്ടോണമസ് ഹോസ്പിറ്റലിൽ നിന്നും തരംതിരിക്കാവുന്നതാണ് അല്ലെ. നമ്മുടെ നാട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഹോസ്പിറ്റലുകളുണ്ട്. അതൊക്കെ ഓണർഷിപ്പിന്റെ ബേസിലാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹോസ്പിറ്റൽ സർക്കാർ ഹോസ്പിറ്റൽ എന്നറിയപ്പെടുന്നു. ഏതെങ്കിലും ഒരു വ്യക്തി ഓണർ ആയിട്ടുള്ള ഹോസ്പിറ്റലുകള് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നു. പിന്നീട് അല്ലാതെ മറ്റ് ഷെയറിംഗ് അതായത് പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഹോസ്പിറ്റൽ, പിന്നെ അതായത് സർക്കാരും പ്രൈവറ്റ് തമ്മിലുള്ള ഹോസ്പിറ്റലുകള്, സ്വയംഭരണാധികാരമുള്ള ഹോസ്പിറ്റലുകള്, അങ്ങനെ പലതരത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് ഹോസ്പിറ്റലുകളെ ഡിവൈഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ദാറ്റ് ഈസ് ഓണർഷിപ്പ്. ദെൻ നെക്സ്റ്റ് വൺ, ഓണർഷിപ്പ് ഒന്നുകൂടി പറയണോ? സ്പീഡ് ഉണ്ടോ? സ്പീഡ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ ആണോ? സ്പീഡ് ഉണ്ടോ? ഇല്ല. ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ അതായത് നമ്മുടെ ഉടമസ്ഥാവകാശം അതിന്റെ അടിസ്ഥാനത്തില് സ്പീഡ് ഉണ്ടോ ഹരിത? അതായത് ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഹോസ്പിറ്റലുകളെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ എന്ന് തിരിക്കാനായിട്ട് സാധിക്കും, അതുപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് തിരിക്കാനായിട്ട് സാധിക്കും. PDF കാണുന്നില്ലേ? എല്ലാവർക്കും PDF കാണുന്നുണ്ടല്ലോ. ഓക്കെ, ചില കമന്റുകൾ വരുന്നുണ്ട് PDF കാണുന്നില്ല എന്ന് പറഞ്ഞ്. ഓക്കെ, അപ്പൊ ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഹോസ്പിറ്റലുകൾ എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് ഡിവൈഡ് ചെയ്യാം, അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് ഡിവൈഡ് ചെയ്യാം, കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എന്ന് പറയാം, ഓട്ടോണമസ് ഹോസ്പിറ്റൽ എന്ന് പറയാം. അങ്ങനെ അതായത് വ്യക്തികള് ഉടമസ്ഥാവകാശതയിൽ ഇരിക്കുന്ന ഹോസ്പിറ്റലുകൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, സർക്കാർ അധീനതയിലുള്ള ഹോസ്പിറ്റലുകൾ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ഇനി മറ്റു പല അതായത് സർക്കാരും ഗവൺമെന്റും കൂടിയിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് പലതരത്തിലുള്ള ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, ഹോസ്പിറ്റലുകളെ നമുക്ക് തരംതിരിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, സിസ്റ്റം ഓഫ് മെഡിസിൻ. സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മെഡിസിൻ കൊടുക്കുന്ന രീതി അനുസരിച്ച് നമ്മൾക്ക് ഹോസ്പിറ്റലുകളെ തരംതിരിക്കാം. ചില ഹോസ്പിറ്റലുകളിൽ അലോപ്പതി മെഡിസിൻസ് ആയിരിക്കും കൊടുക്കുന്നത്,
അപ്പൊ അലോപ്പതി മെഡിസിൻസ് കൊടുക്കുന്ന ആശുപത്രികൾ അലോപ്പതി ആശുപത്രി എന്നറിയപ്പെടും. ഇനി ചില സ്ഥലങ്ങളിൽ ആയുർവേദ മരുന്നുകളായിരിക്കും കൊടുക്കുന്നത് ചില ആശുപത്രികളിൽ. അപ്പോ അതിനെ നമുക്ക് ആയുർവേദ ആശുപത്രി എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി മറ്റു പല ആശുപത്രികളിലും ഹോമിയോ മരുന്നുകളായിരിക്കും കൊടുക്കുന്നത്. സോ അതിനെ ഹോമിയോ ആശുപത്രി എന്ന് വിളിക്കും. ഓക്കെ, അതാണ് സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് കേട്ടോ. ഏത് മെഡിസിൻ ആണോ കൊടുക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ പേര് വരുന്നത്. ഓക്കെ, എന്നാൽ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് സ്റ്റേ ആണ്. ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് പറഞ്ഞാല് താമസ ദൈർഘ്യമാണ് കേട്ടോ. ഓക്കെ, അതായത് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ താഴെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. എന്നാലും ഞാൻ നിങ്ങൾക്ക് തുടക്കമല്ലെന്ന് കരുതിയിട്ടാണ് എക്സ്പ്ലനേഷൻ തരുന്നത്. ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് പറഞ്ഞാല് പേഷ്യൻസ്, അതായത് രോഗികള് താമസിക്കുന്നതിന്റെ അടിസ്ഥാനത്തില് ഹോസ്പിറ്റലുകളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു പേഷ്യന്റ് ലോങ് ടേം ആണ് ഒരു ഹോസ്പിറ്റലിൽ താമസിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവിടെയുള്ള പേഷ്യൻസ് കുറെ നാളത്തേക്ക്, അതായത് ദീർഘനാളായിട്ട് അവിടെ താമസിക്കുന്നതെങ്കിൽ അതിനെ ലോങ് ടൈം ഹോസ്പിറ്റൽ എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഷോർട്ട് ടൈം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് രോഗികൾ കുറച്ചു നാളത്തേക്ക് മാത്രം, പേഷ്യൻസ് എന്ന് പറയുന്നത് അവര് ചിലപ്പോ 1-2 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒക്കെ ആയിരിക്കും ചിലപ്പോ അവിടെ താമസിക്കുക. അതിനെ ഷോർട്ട് ടേം ഹോസ്പിറ്റൽ എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് സൈസ് നോക്കാം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ വലിപ്പം ഞാൻ പറഞ്ഞു, താഴേക്ക് പോകുന്തോറും നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് കിട്ടും. ഞാൻ പറഞ്ഞു തരാം ഹരിത, പറഞ്ഞു തരാം. ഇതിന്റെ താഴേക്ക് വരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ടെൻഷൻ ആവണ്ട, എല്ലാ പോയിന്റ്സും ഇതിന്റെ താഴെ തന്നെ ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇനി ഹരിതയുടെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. ഷോർട്ട് ടൈം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അതായത് രോഗികള് കുറച്ച് നാള് മാത്രം താമസിക്കുന്നത്. അതായത് നമ്മളൊക്കെ ഇപ്പൊ ഒരു പനി വന്നു കഴിഞ്ഞാല് എന്താ ചെയ്യാ? ആ പനി മാറുന്നത് വരെയല്ലേ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ സ്റ്റേ ചെയ്യാം? ആണോ? ആണോ അല്ലയോ? അതെ. ആ പനി വന്ന് മാറുന്നത് വരെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ ഉണ്ടാകും. അതിനുശേഷം അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. അതാണ് ഷോർട്ട് സ്റ്റേ. ഷോർട്ട് ടൈം എന്ന് പറയാൻ നമുക്ക് ഷോർട്ട് സ്റ്റേ എന്നും പറയാം. ഓക്കെ, ഇനി ലോങ് സ്റ്റേ എന്ന് പറഞ്ഞാല് ദീർഘനാളത്തേക്ക് നമ്മൾ താമസിക്കുന്നതാണ്. അതായത് ഫോർ എക്സാമ്പിൾ മെന്റൽ ഹോസ്പിറ്റൽ. ഇപ്പോ ഒരാൾക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അയാളെ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ ആയിരിക്കില്ല ചിലപ്പോ ഹോസ്പിറ്റലിൽ താമസിപ്പിക്കുന്നത്, അല്ലെ? കുറെ നാളത്തേക്ക്, ചിലപ്പോ മാസങ്ങൾ എടുക്കാം അല്ലെങ്കിൽ വർഷങ്ങൾ എടുക്കാം ആ രോഗി അവിടെ ഉള്ളത്, അല്ലെ? അപ്പൊ അതിനെ നമ്മൾ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്നാണ് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. സൈസ് ആണ്. സൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. സൈസ് ഓഫ് എ ഹോസ്പിറ്റൽ ഈസ് generally measured by the number of inpatient beds it offers. On the basis of size, a hospital can be classified as small hospital, mid-sized hospital or a large hospital. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ സൈസ് അനുസരിച്ച്, അതായത് ഒരു ഹോസ്പിറ്റലിന്റെ സൈസ് എന്ന് പറയുന്നത് അവിടെയുള്ള ഇൻ പേഷ്യന്റ് ബെഡ്സിന്റെ അടിസ്ഥാനത്തിലാണ് നിർണ്ണയിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എത്ര കിടക്കകളാണോ ഉള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഹോസ്പിറ്റൽ വലുതാണോ ചെറുതാണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. Then on the basis of size, a hospital can be classified as small hospital, mid-sized hospital or a large hospital. ഇനി സൈസിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലുകളെ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ പറയാം? സ്മോൾ ഹോസ്പിറ്റൽ എന്ന്. സ്മോൾ എന്ന് പറഞ്ഞാൽ ചെറിയ ഹോസ്പിറ്റൽ. ദെൻ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ, അതായത് ഇടത്തരം സൈസിലുള്ള ഹോസ്പിറ്റൽ. ദെൻ ലാർജ് ഹോസ്പിറ്റൽ, വലിയ ഹോസ്പിറ്റൽ എന്നും തരംതിരിക്കാം. അതാണ്, ഒന്നുകൂടി പറയാം. നമ്മളൊരു ഹോസ്പിറ്റലിന്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അവിടെയുള്ള പേഷ്യന്റ് ബെഡിന്റെ അടിസ്ഥാനത്തിലാണ്. ഓൺ ദ ബേസിസ് ഓഫ് സൈസ്, സൈസിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലുകളെ നമുക്ക് സ്മോൾ ഹോസ്പിറ്റൽ എന്നും മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്നും ലാർജ് ഹോസ്പിറ്റൽ എന്നും ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ?
Then നമുക്ക് സ്മോൾ ഹോസ്പിറ്റൽ എന്ന് നോക്കാം. The hospital with approximately 30 or less beds are generally recognized as small hospital. Small hospitals have limited resources and do not offer highly-end care. Majority of the hospitals in India are small hospitals, especially in suburban and rural areas. It is a common practice in small hospital to outsource various services such as laboratory, radiology and pharmacy. Emergency care, intensive care and surgical care facilities are usually at a very basic level in small hospital. ഓക്കെ, അതായത് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ അപ്രോക്സിമേറ്റ്ലി, അതായത് സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അവിടെ 30 അല്ലെങ്കിൽ അതിൽ കുറവോ കിടക്കകളാണ് ഉണ്ടാവുക. ആദ്യം തന്നെ നിങ്ങൾ അതിന്റെ ഒരു രൂപം ഒന്ന് ഇമാജിൻ ചെയ്യണം കേട്ടോ. ഒരു സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ 30 അല്ലെങ്കിൽ അതിൽ കുറവ് ബെഡുകളാണ് ഉണ്ടാവുക. ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളെ നമുക്ക് സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്താണ്? സ്മോൾ ഹോസ്പിറ്റലിൽ ഏകദേശം 30 അല്ലെങ്കിൽ അതിൽ കുറവായിട്ടുള്ള ബെഡുകളാണ് ഉള്ളത്. ഇതിനെയാണ് നമ്മൾ സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ദെൻ അടുത്തത്, small hospitals have limited resources and do not offer highly-end care. സ്മോൾ ഹോസ്പിറ്റലിൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് കാണാനായിട്ട് സാധിക്കുക. അതായത് കുറേയധികം വിഭവങ്ങൾ അഥവാ റിസോഴ്സസ് ഒന്നും അവിടെ ഉണ്ടാവണം എന്നില്ല. റിസോഴ്സസ് മീൻസ് മെറ്റ് ആകാം, മെറ്റീരിയൽസ് ആകാം, ഓക്കെ, മണി ആകാം, എന്തുമായിക്കൊള്ളട്ടെ. അതായത് അവിടെ ആവശ്യത്തിന് സ്റ്റാഫുകൾ ഉണ്ടാവില്ല, എക്യുപ്മെന്റുകൾ ഉണ്ടാവില്ല, ഡോക്ടേഴ്സ് ഉണ്ടാവില്ല. അതൊന്നും നമുക്ക് വലിയ രീതിയിൽ ഉണ്ടാവണം എന്നില്ല എവിടെ? സ്മോൾ ഹോസ്പിറ്റലില്. അതുകൊണ്ടാണ് അതിന് ലിമിറ്റഡ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ഡു നോട്ട് ഓഫർ ഹൈലി കെയർ, ഉയർന്ന നിലവാരത്തിലുള്ള ഒരു പരിചരണം നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കരുത്. ഓക്കെ, അതായത് വളരെ എന്താ പറയുക, ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇതൊന്നും അവിടെ നിന്ന് ഉണ്ടാകണം എന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കെയർ ഒന്നും അവിടെ നിന്ന് നമുക്ക് കിട്ടണം എന്നില്ല. Then majority of the hospitals in India are small hospitals, especially in suburban and rural areas. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് സ്മോൾ ഹോസ്പിറ്റലാണ്. അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് മിക്കവാറും ഗ്രാമപ്രദേശങ്ങളാണ് അല്ലെ. നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ധാരാളം കുഗ്രാമങ്ങളുണ്ട്. അപ്പൊ അവിടെയൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, വലിയ വലിയ ഹോസ്പിറ്റലുകളൊന്നും പണിയാനായിട്ട് സാധിക്കില്ല. അപ്പൊ അവിടെയൊക്കെ ഉള്ളത് എന്ത് ഹോസ്പിറ്റലിലാ? പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത് സ്മോൾ ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മെജോറിറ്റി ഹോസ്പിറ്റല്, കൂടുതലും ഹോസ്പിറ്റൽ എന്ത് ഹോസ്പിറ്റലാ? സ്മോൾ ഹോസ്പിറ്റൽ ആണ് കേട്ടോ. ഓക്കെ, then it is a common practice in small hospital to outsource various services such as laboratory, radiology and pharmacy. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്മോൾ ഹോസ്പിറ്റലില് എന്തില്ല, അതായത് ഈ ഒരു ഉയർന്ന നിലവാരത്തിലുള്ള കെയറോ അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റോ കാരണങ്ങളോ ഒന്നും തന്നെ സ്മോൾ ഹോസ്പിറ്റലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സ്മോൾ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ സർവീസുകൾ എന്ത് ചെയ്യുവാണ്? ഔട്ട്സോഴ്സ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിൽ, ഒരു ഹെൽത്ത് സെന്ററിലോ ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിലോ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലബോറട്ടറി സൗകര്യം ഉണ്ടാകണം എന്നില്ല, റേഡിയോളജി സൗകര്യം ഉണ്ടാവണം എന്നില്ല അല്ലെ. ഒരു ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് രോഗികൾ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോകുന്നു. അതായത് പുറത്ത് ഏതെങ്കിലും ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഒരു സ്കാൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു എക്സ്റേ എടുക്കണമെങ്കിലും എന്ത് ചെയ്യുന്നു? രോഗികള് ആ ആശുപത്രിയുടെ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ലബോറട്ടറിയിൽ പോയാണ് എന്ത് ചെയ്യുന്നത്? സ്കാനും എക്സ്റേയൊക്കെ അല്ലെങ്കിൽ ഇതിൽ പോയിട്ടാണ് സ്കാനും എക്സ്റേയൊക്കെ എടുക്കുന്നത്. ഓക്കെ, അപ്പോ ഇതൊക്കെ. പിന്നെ ഫാർമസി, അതായത് ചിലപ്പോ ഈ ഒരു ഇത്തരം ചെറിയ ഹോസ്പിറ്റലുകളിൽ മരുന്നുകൾ പോലും ഉണ്ടാവണം എന്നില്ല. ഡോക്ടേഴ്സ് ഉണ്ടാകും, മരുന്ന് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യും, നമ്മൾ അത് പുറത്തെ ഫാർമസിയിൽ നിന്ന് നമ്മൾ മേടിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ
ഇത്തരം സർവീസസ് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഔട്ട്സോഴ്സ് ചെയ്യുവാണ്. അതായത് ഈ ഹോസ്പിറ്റലിൽ ഒന്നും തന്നെ ഫാർമസി സേവനങ്ങളില്ല, റേഡിയോളജി സേവനങ്ങളില്ല, ലബോറട്ടറി സേവനങ്ങളില്ല. എന്ത് ചെയ്യുന്നു? എല്ലാത്തിനും പുറത്തേക്ക് പോകും. ദാറ്റ് ഈസ് ഔട്ട്സോഴ്സ്ഡ്. ഓക്കെ, ക്ലിയർ ആണോ? എന്താണ് ഔട്ട്സോഴ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ. ദെൻ അതുപോലെ തന്നെ എമർജൻസി കെയർ ആയാലും ഇന്റൻസീവ് കെയർ ആയാലും സർജിക്കൽ കെയർ ആയാലും ബേസിക് ലെവലിലുള്ള കാര്യമാണ് അവർ ചെയ്യുന്നത്. അതായത് നമുക്കറിയാം തീവ്ര പരിചരണം, അതുപോലെ തന്നെ അതായത് അത്യാവശ്യ ഘട്ടങ്ങളിലുള്ള കെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ സർജിക്കൽ ഫെസിലിറ്റീസ്, ഇതൊക്കെ ബേസിക് ലെവലിലാണ് സ്മോൾ ഹോസ്പിറ്റലിൽ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് ഇപ്പൊ ഒരു ആളെ പട്ടി കടിച്ചു എന്ന് വിചാരിക്കുക, തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലായിരിക്കും ആദ്യം കൊണ്ട് ചെല്ലുന്നത്, അല്ലെ? അപ്പോ പട്ടി കടിച്ചെന്ന് പറയുമ്പോൾ ആദ്യം ചെയ്യുന്നത്, അതായത് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും, അതായത് ബോഡി പാർട്ടിൽ എവിടെയെങ്കിലും ആണ് ആ പട്ടി കടിച്ചതെങ്കിൽ എന്ത് ചെയ്യും? അതായത് കുറേയധികം ബ്ലഡും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും, അല്ലെ? ഉടനെ തന്നെ അത് ക്ലീൻ ചെയ്യാന്നുള്ളത് മാത്രമാണ് ഇവിടെയുള്ള സ്മോൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. എന്നിട്ട് അവർ പറയുന്ന കാര്യമുണ്ട്, ഇവിടെ ഈ കേസ് എടുക്കില്ല, ഉടനെ തന്നെ താലൂക്ക് ആശുപത്രിയിൽ നിങ്ങൾ രോഗിയെ കൊണ്ടു ചെല്ലണം, അവിടെയാണ് ഇഞ്ചക്ഷൻ എടുക്കുള്ളൂ എന്ന് പറയുവാണ്. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? ഇതാണ് ബേസിക് ലെവലിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ആര് ചെയ്യുന്നത്? സ്മോൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും ഓക്കെ അല്ലേ? സ്മോൾ ഹോസ്പിറ്റല് ഓക്കെയാണ്. നമുക്ക് അടുത്തത് നോക്കാം. മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ, അതായത് ഇടത്തരം ഹോസ്പിറ്റൽ ആണ് കേട്ടോ. Mid-sized hospitals typically having 30 to 100 beds are also very popular in India. They have more resources than small hospitals and are better equipped to provide complex services. However, they are not so comprehensive as large hospitals. They generally offer a reasonable level of emergency and intensive care and will have most of clinical support service such as diagnostics as in-house service. Non-clinical services such as food service, laundry, housekeeping, etc. are usually outsourced in a mid-sized hospital. Okay. മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ഇടത്തരം ഹോസ്പിറ്റലുകളാണ്. അതായത് സ്മോൾ ഹോസ്പിറ്റലിനേക്കാളും കുറച്ചുകൂടി വലുത്, എന്നാൽ ലാർജ് ഹോസ്പിറ്റലിന്റെ അത്ര വലുതല്ല. ദാറ്റ് ഈസ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് ഇതെന്താണെന്ന് നോക്കാം. Mid-sized hospitals typically having 30 to 100 beds are also very popular in India. മിഡ്-സൈസ്ഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അവിടെയുള്ള ബെഡുകളുടെ എണ്ണം 30 to 100 ആണ്. അതായത് 30 തുടങ്ങി 100 വരെയുള്ള ബെഡുകളാണ് ഇതിൽ ഉണ്ടാവുക, മിഡ്-സൈസ്ഡ് ഹോസ്പിറ്റലിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളതും ഏറ്റവും പൊതുവായിട്ടുള്ളതുമായിട്ടുള്ള ഹോസ്പിറ്റലാണ് എന്ത്? ഈ ഒരു മിഡ്-സൈസ്ഡ് ഹോസ്പിറ്റൽ. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് മെജോറിറ്റി സ്മോൾ ഹോസ്പിറ്റലാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂടുതലുമുള്ള ഹോസ്പിറ്റല് സ്മോൾ ഹോസ്പിറ്റലാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഏതാണ്? അത് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പൊ അങ്ങനെ രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. ഏറ്റവും കൂടുതൽ, അതായത് മെജോറിറ്റി ഉള്ള ഹോസ്പിറ്റൽ ഏതാണെന്ന് ചോദിക്കാം, പോപ്പുലർ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഏതാണെന്ന് ചോദിക്കാം ഇന്ത്യയിൽ. അപ്പൊ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ ഓർത്ത് വെക്കണം. Then they have more resources than small hospitals and are better equipped to provide complex services. അതായത് ഇവിടെ എന്ന് പറഞ്ഞാല് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ, അതായത് കുറച്ചും കൂടി അധികം റിസോഴ്സസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ സ്മോൾ ഹോസ്പിറ്റലിനേക്കാളും കൂടുതൽ ഉണ്ടാകും, റിസോഴ്സസ് ആണെങ്കിലും കൂടുതലായിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടാവും. ഓക്കെ, പിന്നെ കുറച്ചും കൂടി ഉപകരണങ്ങൾ അവിടെ ഉണ്ടാവും, നമുക്ക് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ സങ്കീർണമായിട്ടുള്ള സേവനങ്ങൾ, അതായത് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള സർവീസസ് ഈ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ however they are not so comprehensive as large hospital.
പക്ഷെ എത്രയധികം എക്യുപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള എക്യുപ്മെന്റ് ഉണ്ടെങ്കിലും എത്ര കോംപ്രഹെൻസീവ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സർവീസ് ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും ലാർജ് ഹോസ്പിറ്റലിന്റെ അത്ര സേവനങ്ങൾ ആര് കൊടുക്കുന്നില്ല, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ കൊടുക്കുന്നില്ല കേട്ടോ. ഓക്കെ, വലിയ ആശുപത്രികളുടെ അത്ര സേവനങ്ങൾ ആര് കൊടുക്കുന്നില്ല, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ കൊടുക്കുന്നില്ല. Then they generally offer a reasonable level of emergency and intensive care and will have most of the clinical support service such as diagnostic as in-house service. പിന്നെ അതുപോലെ തന്നെ റീസണബിൾ ആയിട്ടുള്ള എമർജൻസി കെയറും ഇന്റൻസീവ് കെയറും എവിടെ കിട്ടുന്നുണ്ട്, ഈ ഒരു മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ കിട്ടുന്നുണ്ട്. പിന്നെ ക്ലിനിക്കൽ സപ്പോർട്ടും അല്ലെങ്കിൽ ക്ലിനിക്കൽ സപ്പോർട്ട് സർവീസും എവിടെ കിട്ടുന്നുണ്ട്, ഈ ഒരു മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ കിട്ടുന്നുണ്ട്. അതായത് ഇൻഹൗസ് സർവീസ് എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്മോൾ ഹോസ്പിറ്റലില് ഔട്ട്സോഴ്സ് ചെയ്യുവാണെന്ന് പറഞ്ഞല്ലേ, പക്ഷെ ഇവിടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ ലബോറട്ടറി ആയിക്കോട്ടെ, ഫാർമസി ആയിക്കോട്ടെ, റേഡിയോളജി ആയിക്കോട്ടെ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇൻ ഹൗസ് സർവീസ് എന്ന് പറയുന്നത്. അതായത് ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള സേവനങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നോൺ ക്ലിനിക്കൽ സർവീസസ് സച്ച് ആസ് ഫുഡ് സർവീസ്, ലോണ്ടറി, ഹൗസ് കീപ്പിംഗ് എക്സെട്ര ആർ യൂഷ്വലി ഔട്ട്സോഴ്സ്ഡ് ഇൻ എ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചില നോൺ ക്ലിനിക്കൽ സർവീസുകൾ ഉണ്ട്. അതിപ്പോ ഫുഡ് സർവീസ് ആയിക്കോട്ടെ, അതായത് നമുക്കറിയാം ചില ഹോസ്പിറ്റലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാല് ഫുഡൊക്കെ നമ്മൾക്ക് കൊണ്ടുതരാറുണ്ട് അല്ലെ. ചില പുറത്തുനിന്നുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള സംഘടനകളായിരിക്കാം. അങ്ങനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഫുഡൊക്കെ കൊണ്ടുതരുന്ന ചില സംഘടനകളെ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പോ ഇതെന്ത് ചെയ്യുവാണ്, ഔട്ട്സോഴ്സ് ചെയ്യുവാണ്. അതായത് ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൂന്നാമതൊരാളെ ആശ്രയിക്കുന്നു. ഓക്കെ, അതിപ്പോ ഫുഡ് സർവീസിന് ആയിക്കോട്ടെ, ലോണ്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഹൗസ് കീപ്പിംഗ് ആയിക്കോട്ടെ, ഇതിനൊക്കെ എന്താണ്, പുറത്തുനിന്നുള്ള ഒരാളെ ഡിപ്പെൻഡ് ആണ് ചെയ്യുന്നത്. എന്നിവിടെ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ഓക്കെ, നിങ്ങൾ ആ ലാർജ് ഹോസ്പിറ്റൽ ഒന്ന് റീഡ് ചെയ്യൂ കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് റീഡ് ചെയ്യ്, ഞാനൊന്ന് വെള്ളം കുടിക്കട്ടെ. PDF ഉണ്ടല്ലോ ഹരിത, കാണാൻ പറ്റുന്നില്ലേ? ചില സ്റ്റുഡൻസിന് മാത്രമായിട്ടാണ് തോന്നുന്നു പ്രശ്നം. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ നമുക്ക് ലാർജ് ഹോസ്പിറ്റൽ നോക്കാം. ലാർജ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വലിയ ഹോസ്പിറ്റലാണ് അല്ലെ. ഹോസ്പിറ്റൽസ് വിത്ത് മോർ ദാൻ 100 ബെഡ്സ് ആർ റെക്കഗ്നൈസ്ഡ് ആസ് ലാർജ് ഹോസ്പിറ്റൽസ്. അതായത് 100 കിടക്കകളിൽ കൂടുതൽ ഉള്ള ഹോസ്പിറ്റലുകളെ നമുക്ക് ലാർജ് ഹോസ്പിറ്റൽ എന്ന് പറയാം. അതായത് 100 ബെഡ്സിൽ കൂടുതലാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ലാർജ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. Very often these hospitals offer multiple specialty and super specialty services. ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ നമുക്ക് തരുന്ന സേവനങ്ങൾ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ആണ്. അതായത് ഒരു അസുഖമല്ല, പല അസുഖങ്ങൾക്കായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഹോസ്പിറ്റലാണെന്ത്,
മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതായത് അവിടെ ഓർത്തോപീഡിക് വിഭാഗം ഉണ്ടാകും, അതുപോലെ തന്നെ ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകും, ഗൈനക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകും, അതുപോലെ തന്നെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് നമ്മുടെ ബോഡി പാർട്സിൽ പലതരത്തിലുണ്ടാകുന്ന അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്, മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ലാർജ് ഹോസ്പിറ്റലായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. ദെൻ അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസസ്, അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റിയും മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. എന്താണ് ഡിഫറൻസ് ഒന്ന് കമന്റ് ചെയ്യാമോ? എന്താണ് മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി, എന്താണ് സൂപ്പർ സ്പെഷ്യാലിറ്റി? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാമോ? ഇരട്ടിയുള്ളതാണോ, ഡബിൾ ആണോ, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ആണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസസിനുള്ള ട്രീറ്റ്മെന്റ് ആണ് മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റിയിൽ കിട്ടുന്നത്. എന്നാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള, ഫോർ എക്സാമ്പിൾ ഐ ഹോസ്പിറ്റൽ. ഐ ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മാത്രമല്ലേ അവിടെ നിന്ന് ട്രീറ്റ്മെന്റ് കിട്ടുക, ആണോ? പിന്നെ ഫോർ എക്സാമ്പിൾ RCC പോലുള്ള റീജിയണൽ ക്യാൻസർ സെന്റർ അല്ലെ, ഓങ്കോളജിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ, ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സയ്ക്ക് മാത്രമാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കണ്ണുമായി ബന്ധപ്പെട്ടിട്ട്, നമ്മുടെ ഐയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ പലതരത്തിലുള്ള, ഇപ്പൊ കണ്ണിന്റെ ഞരമ്പാവട്ടെ, അതുപോലെ തന്നെ പ്യൂപ്പിൾ ആയിക്കോട്ടെ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു കാര്യം തന്നെ കൂടുതൽ ഡെപ്തിലേക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനെയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ രണ്ടും തമ്മിലെ ഡിഫറൻസ് ഉണ്ട്. മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അസുഖത്തിനെ മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഉദാഹരണം ഐ ഹോസ്പിറ്റൽ, കാർഡിയാക് ഹോസ്പിറ്റൽ, ഓങ്കോളജി ഹോസ്പിറ്റൽ. ക്ലിയർ ആണോ? Then large hospitals have plentiful resources to handle large number of patients and complex health issues. They typically have completely developed ICU, operation theatre complex, emergency care units, and all other clinical support units such as laboratory and radiology. Okay, രണ്ട് laboratory ഉണ്ട് നമ്മുടെ PDF-ല്, ഒരെണ്ണം മതി ട്ടോ. അപ്പൊ ഈ ലാർജ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ധാരാളം റിസോഴ്സസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ധാരാളം എക്യുപ്മെന്റുകൾ കാണാം, ധാരാളം സ്റ്റാഫുകളെ കാണാനായിട്ട് സാധിക്കും അല്ലെ. നിങ്ങളൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കുറേയധികം സ്റ്റാഫുകളുണ്ട്, കുറേയധികം ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്, അത്യാധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ, എക്യുപ്മെന്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ പ്ലെന്റിഫുൾ റിസോഴ്സസ് ആണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ പേഷ്യൻസ് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും. പേഷ്യൻസും കുറേയധികം പേഷ്യൻസിനെയും അവർക്ക് അറ്റ് എ ടൈം അവർക്ക് സെർവ് ചെയ്യാനും സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു ഡെവലപ്ഡ്, അതായത് ഒരു കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ICU, ഒരു എന്താ പറയാ, ഒരു ICU ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് തന്നെ നമുക്ക് ലാർജ് ഹോസ്പിറ്റലിൽ കാണാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ എമർജൻസി കെയർ യൂണിറ്റ്സ് ഉണ്ടാകും. പിന്നെ മറ്റ് ക്ലിനിക്കൽ സപ്പോർട്ടും, അതായത് ലബോറട്ടറി ആയിക്കോട്ടെ, റേഡിയോളജി ആയിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലിനിക്കൽ സപ്പോർട്ടും ലാർജ് ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ ആണോ?
ഇനി നിങ്ങളുടെ അടുത്ത് ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വായിക്കാനായിട്ട് പറയുന്നത്. ആ ലെവൽ ഓഫ് കെയർ ഒന്ന് നിങ്ങളൊന്ന് റീഡ് ചെയ്യുക കേട്ടോ. മൈൻഡിൽ റീഡ് ചെയ്യാം. പ്രൈമറി കെയർ റീഡ് ചെയ്യാം, സെക്കൻഡറി കെയർ റീഡ് ചെയ്യാം, ടെർഷറി കെയറും റീഡ് ചെയ്യാം. റീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തമ്പ് ചെയ്യാം. അയച്ചു കഴിഞ്ഞു. ഓക്കെ. ഓക്കെ, നമുക്ക് നോക്കാം. ലെവൽ ഓഫ് കെയർ, അതായത് പരിചരണത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഹോസ്പിറ്റലുകൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അനദർ ബേസിസ് ഓഫ് ക്ലാസിഫൈങ് ഹോസ്പിറ്റൽ ഈസ് ലെവൽ ഓഫ് കെയർ, വിച്ച് ആർ ബേസിക്കലി 3: പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ ആൻഡ് ടെറിഷറി കെയർ. അപ്പോൾ ലെവൽ ഓഫ് കെയറിന്റെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രൈമറി കെയർ ആണ്, 2 സെക്കൻഡറി കെയർ, 3 ടെറിഷറി കെയർ ആണ് കേട്ടോ. പ്രൈമറി കെയർ നമുക്ക് നോക്കാം. The hospitals that provide basic medical care such as outpatient consultation, vaccination, medicine for simple ailment or seasonal infection, normal deliveries, etc. are called primary care hospitals. In government system, primary health centers, PHC, are the hospitals that provide primary care. Primary care hospitals are simple organization with limited resources. അതായത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അത് എന്താ പറയാ, പ്രൊവൈഡ് ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ ആണ്. ഓക്കെ, അതായത് പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ബേസിക് മെഡിക്കൽ കെയർ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ചില കാര്യങ്ങൾ വരുന്നുണ്ട്. ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, അതായത് പുറത്തുനിന്ന് രോഗികൾ വരുന്നു, അവര് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു, മരുന്ന് വാങ്ങിക്കുന്നു, അതായത് പ്രിസ്ക്രിപ്ഷൻ എഴുതി വാങ്ങിക്കുന്നു, തിരിച്ചു പോകുന്നു. ദാറ്റ് ഈസ് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. ഓക്കെ, അവിടെ ഇൻപേഷ്യന്റ് അല്ല, അതായത് രോഗി അവിടെ കിടക്കുന്നില്ല, ഹോസ്പിറ്റലിൽ കിടക്കുന്നില്ല, മറിച്ച് നമ്മൾക്കിപ്പോ ഒരു സാധാരണ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ, നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകും അല്ലെ. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണും, മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് മേടിക്കും, എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകും. ഇതിനെയാണ് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വാക്സിനേഷൻ. ഇപ്പൊ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്കറിയാം വാക്സിൻ എടുക്കാറുണ്ട് അല്ലെ. പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനും കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്, വാക്സിൻസ് എടുക്കാറുണ്ട്. അപ്പൊ വാക്സിനേഷൻ പോലുള്ള കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈമറി കെയറിൽ വരുന്നതാണ്. മെഡിസിൻ ഫോർ സിമ്പിൾ എയിൽമെന്റ്, അതായത് ലളിതമായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില രോഗങ്ങളുണ്ട് അല്ലെ. അതായത് ഗുരുതരമല്ലാത്ത ചില, ക്രിട്ടിക്കൽ അല്ലാത്ത ചില രോഗങ്ങളുണ്ട്. അതിനെയാണ് സിമ്പിൾ എയിൽമെന്റ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നതും പ്രൈമറി കെയർ ഹോസ്പിറ്റലിൽ നിന്നായിരിക്കും. നമ്മൾ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോകുന്നത് എങ്ങോട്ടാ, തൊട്ടടുത്തുള്ള ആശുപത്രിയിലല്ലേ പോവുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെയാണോ? തൊട്ടടുത്തുള്ള ആശുപത്രിയിലാണോ പോകുന്നേ? ഭൂരിഭാഗം പേരും അങ്ങനെ ആയിരിക്കും കേട്ടോ, തൊട്ടടുത്തുള്ള ആശുപത്രിയിലാണ് പോവുക. അപ്പൊ ഈ അടുത്തുള്ള ആശുപത്രി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സേവനങ്ങളാണ് നമ്മൾക്ക് നൽകുന്നത്.
പിന്നെ സീസണൽ ഇൻഫെക്ഷൻ, ഇപ്പൊ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ, അതായത് ചില സീസണിലൊക്കെ നമുക്ക് എന്താ പറയാ, ഇപ്പൊ മഴ പെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പനി ഉണ്ടാകും കൂടുതൽ അല്ലെ, ചില രോഗങ്ങൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സീസണൽ ഇൻഫെക്ഷൻ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പ്രൈമറി കെയർ ഹോസ്പിറ്റലിലാണ് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നോർമൽ ഡെലിവറീസ് ഇവിടെ അറ്റൻഡ് ചെയ്യാറുണ്ട്. സാധാരണ പ്രസവങ്ങൾ ഉണ്ടല്ലോ, അത് ഇവിടെ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോ ഈ ഒരു പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഗവൺമെന്റ് സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ നോക്കിക്കാണുവാണെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രൈമറി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനെയാണ് എന്ത് പറയുന്നേ, പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത്. നിങ്ങളുടെ വീടിന്റെ അടുത്തായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടില് ഒരു ആശുപത്രി ഉണ്ടാകും, മിക്കവാറും ആ ആശുപത്രി ആയിരിക്കും അവിടുത്തെ പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത്. ആണോ? എല്ലാവരും കണ്ടിട്ടില്ലേ പ്രൈമറി ഹെൽത്ത് സെന്റർ? ഉണ്ട്. അപ്പൊ ഈ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ചെന്നാലാണ് നമുക്ക് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, വാക്സിനേഷൻ, പിന്നെ അതുപോലെ സിമ്പിൾ എയിൽമെന്റ്, സീസണൽ ഇൻഫെക്ഷൻ തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സ കിട്ടുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പോകുന്നത് ആ ഒരു ഹോസ്പിറ്റലിലേക്കാണ്. അപ്പൊ ഗവൺമെന്റ് സിസ്റ്റത്തില് പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ് ഇത്തരത്തിലുള്ള സേവനങ്ങൾ നൽകുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് സിമ്പിൾ ഓർഗനൈസേഷൻ ആണ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് എന്ത്, ഈ പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് ഉണ്ടാവുക. അതായത് വളരെയധികം വലിയ രീതിയിലുള്ള റിസോഴ്സസ് ഒന്നും എവിടെ ഉണ്ടാകണം എന്നില്ല, ഈ ഒരു പ്രൈമറി ഹോസ്പിറ്റലിൽ ഉണ്ടാവണം എന്നില്ല. വളരെ ചുരുക്കം ചില റിസോഴ്സസ് മാത്രമേ, അതായത് കുറച്ച് സ്റ്റാഫുകൾ ഉണ്ടാവുള്ളൂ, കുറച്ച് എക്യുപ്മെന്റ് ഉണ്ടാവുള്ളൂ, കുറച്ച് മരുന്നുകളെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആയിരിക്കും പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഉണ്ടാകും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഞാനിപ്പോ മൈക്ക് ഓൺ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ, ക്ലാരിഫിക്കേഷൻ തരാം. മൈക്ക് ഓൺ ചെയ്യുവാണേ. സ്പീഡ് കൂടുതലാണോ? അല്ല, അത്യാവശ്യം സ്പീഡ് ഉള്ളൂ അല്ലേ? ഇല്ല. ഓക്കെ, ക്ലാസ് മനസ്സിലായോ? ഓക്കെ ആണോ? മനസ്സിലായി മിസ്. നിങ്ങളൊന്ന് നോക്കി അതിനകത്ത് ഞാനിപ്പോ സ്ക്രോൾ ചെയ്യാം PDF. എന്തെങ്കിലും കാര്യങ്ങളിൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. മിസ്, മിഡ് സൈസ് ഹോസ്പിറ്റലിന്റെ PDF മാത്രം ഒന്ന് കാണിക്കോ? ഹോസ്പിറ്റൽ ഓക്കെ, ഇതായിട്ട് ഓർത്തിട്ടുണ്ട്. ആ നമ്പറുകളൊക്കെ ഒന്ന് നോട്ട് ആവും. നിങ്ങളുടെ ടെക്സ്റ്റ് ഇല്ലല്ലോ ഇപ്പൊ അല്ലെ? ടെക്സ്റ്റ് കിട്ടിയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. നമ്പേഴ്സ് ഒക്കെ 30 to 100 ബെഡ്സ് എന്നൊക്കെ പറയുന്നത്, പിന്നെ പോപ്പുലർ ഇൻ ഇന്ത്യ, മിഡ് സൈസ് ഹോസ്പിറ്റൽ, ആ പോയിന്റ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ.
ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിനി ഇതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, എറണാകുളത്തുള്ള ആരെങ്കിലും ഉണ്ടോ? എറണാകുളം ഉണ്ട് മാം. ഞാൻ ആലുവ. ആലുവയാണ് അല്ലേ? ഫാത്തിമ. ഫാത്തിമ. ഓക്കെ, നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാനായിട്ട് സാധിക്കില്ല. ക്ലാസ് നടത്തും പതുക്കെ പതുക്കെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം കേട്ടോ. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you. Thank you. Thank you. Thank you. Thank you.